ഹായ് ഹലോ നമസ്കാരം. ഇന്ന് വൈറ്റ് റൈസ് വെക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ വൈറ്റ് റൈസ് നമ്മുടെ ബസുമതി റൈസൊക്കെ ഇല്ലേ, നീളമുള്ളത്, അതുപോലെ തന്നെ ബ്രാൻഡ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതിട്ട് ഉപ്പിട്ട് ഞാൻ വേവിക്കാൻ വെച്ചു. പിന്നെ ചിക്കൻ നല്ല ഫ്രീസായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അത് വെള്ളത്തിലിട്ട് പിന്നെ അത് പോയി കഴിഞ്ഞപ്പോൾ കഴുകി വൃത്തിയാക്കി. അപ്പോഴത്തേക്കും ചോറ് റെഡിയായി. പിന്നെ അത് വാർത്ത് വെച്ചു കേട്ടോ. ഇവിടെ ഇഷ്ടം എല്ലാവർക്കും വൈറ്റ് റൈസ്. പിന്നെ ഇതുകൊണ്ട് ഞാൻ ചിലപ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ ബാക്കി സ്റ്റോർ ചെയ്തിട്ട് ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അരപ്പൊക്കെ തിരുമ്മി ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇങ്ങനെ അടച്ച് കവർ ചെയ്ത് വെച്ചു. പിന്നെ ഒരു ചാറ് കറി ഉണ്ടാക്കാമെന്ന് കരുതി. വൈറ്റ് റൈസിൻ്റെ കൂടെ ഒരു ചാറ് എപ്പോഴും നല്ലതാണ്. അപ്പം തക്കാളിക്ക് മുരിങ്ങക്കോലും പരിപ്പും കൂടെ കറി വെച്ചു. പിന്നെ ഞങ്ങളൊന്ന് പുറത്ത് പോവുക. അപ്പം ഞാനും ജസ്ലിനും ഓൾറെഡി പുറത്ത് റെഡിയായി ഇറങ്ങി വന്നു. ജുവൽ അപ്പാടെ കൂടി വരുന്നുള്ളെന്നും പറഞ്ഞ് വീട്ടിൽ തന്നെ നിൽക്കുക, വന്നിട്ടില്ല ഇതുവരെ, പുറത്തിറങ്ങി. അപ്പോൾ ജസ്ലിൻ ഇവിടെ നിന്ന് ഡാൻസൊക്കെ കളിക്കുക, ചാടി കളിക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തോളാൻ പറഞ്ഞു എന്നോട്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. പിള്ളേർ പറഞ്ഞാൽ മാത്രമേ ഞാൻ വീഡിയോ എടുക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ എടുക്കണ്ട പറഞ്ഞാൽ അവർക്ക് മൂടില്ലെങ്കിൽ ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ പോകാറില്ല, വിട്ട് കളയും കേട്ടോ. അങ്ങനെ അവരും വന്നു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വണ്ടിയെ കയറി മാളിലെത്തി. കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ട്, അതിനൊക്കെ വേണ്ടി ഇറങ്ങിയതാണേ. മാളിലെത്തിയിട്ട് ഒരു വീട്ടിലെ പോലെയാണ്, ഓടിക്കളിക്കുക, ഭയങ്കര സന്തോഷത്തിൽ കളിച്ച് നടക്കുക. അപ്പം മാങ്ങ കണ്ടു. മാങ്ങ നല്ല ഓഫറിലായിരുന്നു കേട്ടോ, നല്ല മാങ്ങയാണ്. അപ്പോൾ കുറച്ച് മാങ്ങയൊക്കെ എടുത്തു. ജോലി ഇറങ്ങി നടക്കുക, ട്രോളിയിലൊന്നും കയറില്ല. പിന്നെ ഫിഷിൻ്റെ അടുത്തോട്ട് വന്നു. അപ്പോൾ ഇവിടെ കാലിഫോർണിയനകത്ത് ഫിഷ് ഇങ്ങനെ അക്വേറിയം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല രസമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാവും, അതുപോലെ നല്ല അട്രാക്ഷൻ തോന്നും, നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഫിഷൊക്കെ കാണാൻ വേണ്ടി. പിന്നെ നമ്മൾ കുറച്ച് ചെമ്മീനും സീബ്രിനും ഒക്കെ മേടിച്ച് ബാക്കി പാൽ ഐറ്റംസൊക്കെ നമുക്ക് വേണ്ടതെല്ലാം മേടിച്ച് കഴിഞ്ഞ് തിരിച്ചിറങ്ങി പോവാമെന്ന് കരുതി. രണ്ടുപേരും വരുന്നൊന്നുമില്ല, വീണ്ടും കളി അങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ മാളിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് ഐസ്ക്രീം മേടിച്ച് കൊടുക്കാമെന്ന് കരുതി. പിന്നെ നമ്മൾ പോയി അവർക്ക് രണ്ടുപേർക്ക് മാത്രം ഐസ്ക്രീം മേടിച്ചുള്ളൂ കേട്ടോ, ഞങ്ങൾ രണ്ടുപേരും കഴിച്ചില്ല. അവർ രണ്ടുപേരും ഐസ്ക്രീമൊക്കെ കഴിച്ചു. അത് പക്ഷേ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ആ സമയത്ത് ജസ്ലിന് മൂഡിത്തിരി ഓക്കെ അല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ച് പുറത്തിറങ്ങി. അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണാനൊക്കെ കുറച്ച് കാഴ്ച കൊണ്ട് ജോലി മടുത്തെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുക. ജസ്റ്റിൽ അവിടെ വെള്ളം കണ്ട് അതിൻ്റെ പിന്നാലെ പോയിട്ടുണ്ട്. ജോലി വീണ്ടും അവിടെ ഇരിപ്പൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇത് കാണാൻ വേണ്ടി വന്ന് രണ്ടുപേരും അവിടെ കണ്ടോണ്ടൊക്കെ വെക്കുന്നു. രഞ്ജിത്ത് സാധനം എല്ലാം എടുത്ത് വണ്ടിയെ വെക്കുന്നു. ഞാൻ ഇവർ കാണിക്കുന്നതെല്ലാം വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളം ആയതുകൊണ്ട് ഇത്തിരി താഴ്ചയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കൊരു ചെറിയ പേടിയുണ്ട്, ഇനിയും അങ്ങോട്ട് ചാടും. ജോലിൻ്റെയൊക്കെ കാര്യം ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. വെള്ളമൊക്കെ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് ചാടും. എങ്ങനെയാണ് പിന്നെ രണ്ടുപേരും കൂട്ടി ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ കയറിയപ്പോൾ ഐസ്ക്രീം കൂടെ കഴിച്ചപ്പോഴത്തേക്കും ഒന്നുകൂടെ ദാഹമാണ്. ഭയങ്കര പരവേശ ചൂട് ഭയങ്കരമാണ്. ഈ തണുത്ത് കഴിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ദാഹം കൂടുക. അങ്ങനെ ആ വെള്ളമൊക്കെ കുടിച്ച് വീട്ടിൽ തിരിച്ചെത്തി. വീട്ടിലെത്തി വഴിയെ രണ്ടു പേർക്കും തൈര്, ഒരാളുടേത് പൈനാപ്പിളും ഒരാളുടേത് ബ്ലൂബെറി ആയിരുന്നു. രണ്ടുപേരും തൈര് വേണമെന്ന് പറഞ്ഞ് കൈയും കാലുമൊക്കെ കഴുകി അതിരുന്ന് കഴിക്കൽ തുടങ്ങി. പിന്നെ അവർക്കതൊക്കെ കൊടുത്ത് ഞാൻ അവരുമായിട്ട് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് നല്ലതാണ്, ടേസ്റ്റ് ഉണ്ട്, സൂപ്പറാന്നൊക്കെ രണ്ടുപേരും പറയുക. അങ്ങനെ പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാണ്ട് ഞാൻ കിച്ചണിലേക്ക് പോയി. സാധനങ്ങളെല്ലാം ഇനി അടുക്കി പറക്കി ഒന്നാക്കി വെക്കണം. എനിക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം പടപടേന്ന് അടുക്കിയൊക്കെ വെച്ചെങ്കിൽ ഒരു സമാധാനക്കുറവാണ്. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പണി നടക്കില്ല. അപ്പോൾ എല്ലാം അടുക്കി പറക്കി അങ്ങനെ എല്ലാം കാലിയായിരുന്നു. അങ്ങനെ എല്ലാം നിറച്ചു. അപ്പോൾ ഒരു സമാധാനം കേട്ടോ. കാലിയായി കണ്ടാലും ഭയങ്കര ബുദ്ധിമുട്ട്. എല്ലാം നിറച്ച് കണ്ടപ്പോൾ സമാധാനമായി. ഇങ്ങനെ എല്ലാ അടുക്കും പറക്കൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ലേസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ലേസല്ല, ഈ സഹാർ ചിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്സാട്ടോ. എനിക്ക് ഈ ലേസിനേക്കാൾ കൂടുതൽ അത് ഇഷ്ടമാണ്. ഇങ്ങനെ ലേസല്ല, പക്ഷേ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും. പൊട്ടറ്റോടെ തന്നെയാണ്, നല്ല ഒരൈറ്റം കേട്ടോ. അപ്പോൾ രഞ്ജിത്ത് അത് പൊട്ടിച്ചുകൊണ്ട് വന്ന് എനിക്കും തന്നു. അപ്പോൾ ഞാനും അത് കഴിക്കുക, രഞ്ജിത്തും അത് കഴിക്കുക. പിള്ളേർക്ക് വേണ്ട പറഞ്ഞു, അവർ തൈരൊക്കെ കഴിച്ചതുകൊണ്ട് വേണ്ട എന്നുള്ള ഇതിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ക്ലീനിങ്ങും പരിപാടി അടുക്കലും ഒതുക്കലും എല്ലാം കഴിഞ്ഞ് ഇതൊക്കെ കഴിച്ച് ഇങ്ങനെ പുറത്തോട്ട് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ പുറത്ത്. ഇപ്പോൾ വൈകുന്നേരമായി, ഞങ്ങൾ ഉള്ളിൽ കയറി തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് തന്നെ വൈകുന്നേരമായി. അപ്പോൾ ആകാശമൊക്കെ കാണാൻ നല്ല രസം, മേഘമൊക്കെ ഒരു ചെറിയ വെളിച്ചം പോലെയൊക്കെ, പക്ഷികളെല്ലാം കൂട്ടിലോട്ട് പോകുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു നിന്ന് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചിക്കൻ വറക്കാമെന്ന് കരുതി. അങ്ങനെ ചിക്കനെല്ലാം പാനെടുപ്പത്ത് വെച്ച് നല്ല ഫ്രൈ ചെയ്തെടുത്തു. പിള്ളേർക്ക് ചിക്കൻ ഫ്രൈ ഇപ്പം തന്നെ വേണമെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. അവർക്ക് വിശക്കാൻ തുടങ്ങി. ഞങ്ങൾ മാത്രം ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചോളായിരുന്നു, അവർ കഴിച്ചില്ല. എന്നിട്ട് പിന്നെ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാം കട്ട് ചെയ്തു. ക്യാപ്സിക്കം മേടിച്ച് ക്യാപ്സിക്കം എല്ലാം കട്ട് ചെയ്ത് എല്ലാവരും കിച്ചണിനകത്തുണ്ട്. ഒരു ഭാഗത്ത് ചിക്കൻ വറുക്കുന്നു, രഞ്ജിത്ത് അത് നോക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ സാലഡിനുള്ളതെല്ലാം കൂടെ അരിഞ്ഞ് വറുക്കുക. പിള്ളേരതിൽ കളിച്ച് നടക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും കിച്ചണിൽ തന്നെ ഉണ്ട് ഫുൾ ടൈം. അങ്ങനെ കഴിക്കാൻ ഫുഡൊക്കെ ആയി. രണ്ടും ചെവലിനും ജസ്ലിനും ഉള്ളത്, പിന്നെ കുറച്ച് ചെമ്മീനും വറുത്തു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ടാറ്റാ ബൈ, സീ യു.